നമ്മളെ പറമ്പിൽ പൈനാപ്പിൾ പഴുത്ത് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് പറിച്ച് കിട്ടാം. ഇതെന്ത് കണ്ട നരപ്പച്ച് കെട്ടി വെച്ചിക്കണേ, പന്നി മെഴുകും വന്ന് തിന്നാതെക്കാനാണ് കേട്ടോ കെട്ടി വെച്ചിക്കണേ. മെച്ചിബാട് ഉണ്ട് കേട്ടോ സഹായത്തിന് പറിക്കാൻ. കയറ് കെട്ടി വെച്ചിക്കണല്ലേ പോരാതൊക്കെ. ഇതാണ് കേട്ടോ കാറ്റടിച്ച് നല്ല കാറ്റടിച്ചിട്ടാണെന്നറിയില്ല. ഞാൻ കൊയിനടിക്കണം തൂങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പറിച്ച പൈനാപ്പിൾ. ഇനി ഈ ഇവിടെ ഇങ്ങനെ മുറിച്ചിങ്ങാണ്ട് കുഴിച്ചിട്ടാൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് 22ാമത്തെ നോമ്പാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൈനാപ്പിൾ കഷ്ണങ്ങളാക്കിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നോമ്പ് തുറക്കാനാകുമ്പോഴത്തിന് തണുക്കുമല്ലോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് തേങ്ങാച്ചോറും ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് കറി പിന്നെ നേരത്തെ വെച്ചിട്ടുണ്ട്. അടുപ്പത്തായതുകൊണ്ടേ വേവാൻ കുറച്ച് സമയമെടുക്കും. കറി പിന്നെ ഞാൻ അങ്ങനെ കുക്കറിൽ വെക്കലില്ല, ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെയാണ്. അടുപ്പത്താകുമ്പോൾ വേറൊരു ടേസ്റ്റാണല്ലോ. പിന്നെ തേങ്ങാച്ചോറ്റക്കുള്ള തേങ്ങ ചിരകലും ഉള്ളിയരിയലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. റേഷൻ അരി ആയതുകൊണ്ടേ എളുപ്പമുണ്ടല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ജ്യൂസ് അടിക്കാനായിട്ട് ചിക്കു ആണ് കേട്ടോ. ചിക്കു കൊണ്ടാണ് ഇന്ന് നമ്മൾ ജ്യൂസ് അടിക്കണത്. പാലൊക്കെ കൂട്ടിങ്ങാണ്ട് നല്ല പോലെ വെള്ളമാക്കി കണ്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കുക. കട്ടിയിൽ ജ്യൂസ് അടിക്കൂല. കട്ടിയിൽ ജ്യൂസ് അടിച്ചാൽ അങ്ങനെ വലിയ ഇഷ്ടമല്ല ആർക്കും. അപ്പോൾ നല്ല പോലെ വെള്ളം ഒഴിച്ചങ്ങാണ്ട് ജ്യൂസ് അടിക്കുമ്പോൾ നല്ല സുഖമാണല്ലോ കുടിക്കാൻ നോമ്പ് തുറക്കുമ്പോൾ. അങ്ങനെ ജ്യൂസ് അടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പൊരിക്കടി ഉണ്ടാക്കണമല്ലോ, അത് ഇവിടെ നിർബന്ധമല്ലേ മക്കൾക്ക്. അപ്പോൾ ഇതാ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. 6 ബ്രെഡ് അത് പിന്നെ 2 കഷ്ണാക്കിയിട്ട് അതിൻ്റെ സൈഡ് വശമൊന്നും കളയേണ്ട ആവശ്യമില്ല. ബ്രൗൺ കളറുള്ളത് അതൊന്നും കളയണ്ട. 3 കഷ്ണാക്കിങ്ങാണ്ടും പൊരിക്കട്ടോ. അപ്പോൾ നമ്മൾ
2 കഷ്ണമാക്കി കണ്ടാണ് പൊരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് 2 മുട്ട പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടിയല്ല, ചിക്കൻ മസാലൻ്റെ പൊടിയില്ലേ അതിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി കട്ട് ചെയ്ത് കൊടുത്ത ഓരോ ബ്രെഡിൻ്റെ കഷ്ണങ്ങളും മുട്ടൻ്റെ ഇതിൽ മുക്കിങ്ങാണ്ട് ബ്രെഡിൻ്റെ പൊടിയിലോ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയിലോ കവർ ചെയ്തെടുക്കുക. എൻ്റെ കയ്യിലുള്ളത് ഇപ്പം റസ്കിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലിട്ടാണ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പൊരിച്ച് വന്നപ്പം സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കയ്യിൽ സോസ് ഉണ്ടെങ്കിൽ, ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതിൽ മുക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. 2 മണിയായപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ. നല്ല കാറ്റും ഇടിയും ഒക്കെ ഉണ്ടേനി. പക്ഷേ 5 മണിയൊക്കെയാണ് മഴ പെയ്തപ്പോൾ. നല്ല മഴയാണ് കേട്ടോ. മഴ കുറച്ച് നേരം പുറത്തുനിന്ന് മുറ്റത്ത് നിന്ന് കണ്ട് ഇങ്ങനെ കണ്ടുന്നു കേട്ടോ. നല്ല മിന്നലുണ്ട്. അപ്പം ഇടിവാൾ മിന്നണതുകൊണ്ട് പുറത്തധികം നിൽക്കാൻ പറ്റൂലല്ലോ. പിന്നെ അതാ ബ്രെഡ് പൊരിക്കാൻ തുടങ്ങിയിരിക്കണ്. ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ. ജ്യൂസ് അടിച്ചതൊക്കെ വെറുതെ ആകുമോ എന്തോ അറിയില്ല. പിന്നെ മഴ പെയ്തുകൊണ്ട് വെള്ളത്തിനധികം ദാഹമില്ലാത്ത പോലെയാണ്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ആയിട്ടോ. പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടേനി. ഇനിയും കിട്ടും നമ്മളെ പറമ്പിൽ പറിക്കാൻ. ശരിക്ക് മൂത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.